നമ്മളൊരു ട്രേഡിംഗ് ചാർട്ട് നോക്കുമ്പോൾ മാർക്കറ്റ് യൂഷ്വലി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു ഡിറക്ഷനെയാണ് നമ്മൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് വിളിക്കുന്നത്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, എൻ്റെ ട്രേഡിംഗ് ജേണിയാണ് ഞാൻ ഈ ഒരു പേജിൽ ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് ഡേ 8 ഓഫ് ഡോക്യുമെന്റിങ് മൈ ഫോറക്സ് ട്രേഡിംഗ് ജേണി. അപ്പോൾ ട്രെൻഡ്സ് 3 തരത്തിലാണുള്ളത്. ഒന്ന് അപ് ട്രെൻഡ് ആണ്, 2 ഡൗൺ ട്രെൻഡ്, 3 സൈഡ് വേസ് ട്രെൻഡ്. ഇതിൽ അപ് ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മേളിലേക്കായിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹയർ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ് ട്രെൻഡിൽ പ്രൈസ് ഓരോ പീക്കിൽ ചെന്നിട്ട് അവിടെ നടിയിലേക്ക് ചെറിയൊരു പുൾ ബാക്ക് എടുക്കും, എന്നിട്ട് പിന്നെ മേളിലേക്ക് പോയിട്ട് ഒരു പീക്ക് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പീക്കുകളും മുന്നേ ക്രിയേറ്റ് ചെയ്ത പീക്കിനേക്കാൾ മേളിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഹയർ ഹൈ. ഇനി ഹയർ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പീക്കിന് ശേഷവും അടിയിലേക്ക് ചെറിയൊരു പുൾ ബാക്ക് ഉണ്ടാവും പറഞ്ഞില്ലേ. ഇങ്ങനെ ഓരോ പുൾ ബാക്കിലും ഓരോ ബോട്ടം ക്രിയേറ്റ് ആവും. അങ്ങനെ ക്രിയേറ്റ് ആവുന്ന ഓരോ ബോട്ടവും പ്രീവിയസ് ബോട്ടത്തിനേക്കാൾ മേളിലായിരിക്കും. അപ്പോൾ അതാണ് ഹയർ ലോ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ അപ് ട്രെൻഡ് എന്ന് പറയാ. സിമ്പിളായി പറയുകയാണെങ്കിൽ ബയേഴ്സ് സ്ട്രോങ് ആയിരിക്കും ഈ ട്രെൻഡിൽ. ഇനി രണ്ടാമത്തതാണ് ഡൗൺ ട്രെൻഡ്. ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് അപ് ട്രെൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് എപ്പോഴും അടിയിലേക്കായിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ലോവർ ലോസും ലോവർ ഹൈസും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലോവർ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് അടിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ബോട്ടം ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ഒരു പുൾ ബാക്ക് എടുത്ത് മേളിൽ വന്ന ഒരു പീക്ക് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഓരോ പീക്കുകളും പ്രീവിയസ് പീക്കിനേക്കാൾ അടിയിലായിരിക്കും. അപ്പോൾ അതാണ് ലോവർ ഹൈ. ഇനി ലോവർ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് അടിയിലേക്ക് വന്ന് ഓരോ ബോട്ടവും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ക്രിയേറ്റ് ആവുന്ന ഓരോ ബോട്ടവും പ്രീവിയസ് ബോട്ടത്തിനേക്കാൾ താഴെ ആയിരിക്കും. അപ്പൊ ഇതാണ് മൊത്തത്തിൽ ഒരു ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ ട്രെൻഡാണ് സൈഡ് വേസ് ട്രെൻഡ്. ഇവിടെ മാർക്കറ്റ് മേളിലേക്കും പോകില്ല, അടിയിലേക്കും പോകില്ല, സൈഡ് വേസ് ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുക. ഇത് മീൻ ചെയ്യണത് മാർക്കറ്റ് കൺഫ്യൂസ്ഡ് ആണെന്നാണ്. അപ്പോൾ ഒരു സൈഡ് വേസ് ട്രെൻഡിൽ മാർക്കറ്റിൽ ഒരിക്കലും ട്രേഡ്സ് ഒന്നും എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. നമ്മളെപ്പോഴും ട്രെൻഡിനൊപ്പം ട്രേഡ് ചെയ്യുക. അപ് ട്രെൻഡ് ആണെങ്കിൽ ബൈസ് മാത്രം നോക്കുക, ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ സെൽസ് മാത്രം നോക്കുക, സൈഡ് വേസ് ആണെങ്കിൽ അവിടെ ട്രേഡ്സ് ഒന്നും എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ട്രെൻഡിനെ പറ്റി ഫേമസ് ആയിട്ടുള്ള ഒരു സേയിങ് ഉണ്ട്, അതാണ് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ട്രെൻഡ് ലൈൻസിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഓക്കെ ബൈ.